ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാകാലം 3-ാം ഞായർ നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. എമ്മാവൂസിലെ സംഭവത്തെക്കുറിച്ച് ശിഷ്യന്മാരുടെ ഇടയിൽ സംസാരം ഉണ്ടാവുകയാണ്. അതായത് വഴിയെ നടന്നുപോയ 2 ശിഷ്യന്മാർക്കിടയിലേക്ക് ക്രിസ്തു കടന്നു വരികയും അവരോടൊപ്പം വചനം വ്യാഖ്യാനിച്ച് നൽകുകയും അങ്ങനെ ആദ്യം ഒന്നും മനസ്സിലാകാതിരുന്നവർ പിന്നീട് അപ്പം മുറിക്കുമ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് വീണ്ടും യേശുനാഥൻ പ്രത്യക്ഷപ്പെടുകയാണ്. സമാധാനം അവർക്ക് നൽകിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുകയാണ്. കാരണം ഇവർ കുറേ ഭയപ്പാടുകളോടുകൂടെ ഒളിച്ച് താമസിക്കുകയാണ്. അവരുടെ മുമ്പിലേക്ക് യേശുനാഥൻ വരികയാണ്. ഇന്ന് വളരെ മനോഹരമായൊരു കാര്യം യേശുനാഥൻ ചെയ്യുന്നുണ്ട് അവരുടെ മുൻപിൽ വെച്ച്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സുകളെ തുറക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് അടഞ്ഞ മനസ്സുകളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ മനസ്സുകൾ അടഞ്ഞു പോയത്? അപ്പോൾ അതിനു മുമ്പ് ഇവരുടെ മനസ്സുകൾ തുറന്നിരുന്നോ? നമ്മളിതാ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ശിഷ്യന്മാരുടെ ആ ഒരു ചരിത്ര സംഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിരുന്നു. ആദ്യമായി ചിന്തിക്കുമ്പോൾ ഇവരൊക്കെ മടുത്തു പോയ കുറേ മനുഷ്യരായിരുന്നു. മടുത്ത കുറേ മനുഷ്യർ. അവരുടെ ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ അവർ മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിലാണ്, അടിമത്വത്തിലാണ്. അവർക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിന് തൊട്ട് മുമ്പ് വരെ ഒത്തിരി അധികം വർഷങ്ങൾ പ്രവചനങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളോ അവിടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാനോട് കൂടി വീണ്ടും അത് ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മനസ്സ് അടഞ്ഞുപോയ ഒരു ജനത, രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു ജനത, അവർക്കിടയിലേക്കാണ് യേശുനാഥൻ വരുന്നത്. ഇനി യേശുനാഥൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരും ഇതുപോലെ കുറേ മനസ്സടഞ്ഞ മനുഷ്യരൊക്കെ ആയിരുന്നു. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പത്രോസിൻ്റെ ജീവിതത്തിലും മറ്റു ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഒക്കെ ഒത്തിരിയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് യേശുനാഥൻ വന്ന് അവരുടെ മനസ്സുകൾ തുറക്കണം. അവൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളുകളെ തുറന്നു. അതുകൊണ്ടാണ് വചനമാകുന്ന വിത്തുകൾ അവർ സ്വീകരിച്ചത്, അവനോടൊപ്പം അവർ നടന്നത്. അപ്പോഴുണ്ടായ പ്രതിസന്ധികളിൽ അവർ പതറി വീഴാതിരുന്നത് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചവരുടെ മനസ്സ് വിശാലമായി തുറന്നതുകൊണ്ടാണ്. എന്നാൽ അവൻ്റെ മരണത്തോടുകൂടെ ക്രിസ്തുവിനുണ്ടായ പീഡാസഹനങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഈ പാവപ്പെട്ട കുറേ മനുഷ്യരുടെ മനസ്സടഞ്ഞുപോയി. അവരുടെ ഹൃദയം വിശാലമായി തുറക്കപ്പെട്ടതായിരുന്നു. അവരുടെ മനസ്സിന് ഒരു തുറവിയുണ്ടായിരുന്നു ക്രിസ്തു എന്ന സാന്നിധ്യം കൊണ്ട്. പക്ഷേ അവൻ്റെ അവസാനം അവരുടെ ജീവിതത്തിൽ കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതിലൊന്നായിരുന്നു അവരുടെ മനസ്സ് അടഞ്ഞുപോയി. ജീവിതം മടുത്ത മനുഷ്യരായി അവർ മാറി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സങ്കടവും ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി വരുമ്പോൾ നമ്മുടെ മനസ്സുകൾ ഇങ്ങനെ അടഞ്ഞു പോകും. നമ്മൾ അതുവരെയും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോടൊപ്പമൊക്കെ ആയിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവർ ദൈവത്തെ തന്നെ മറന്നു പോകും. അവരുടെ ജീവിതം ആകപ്പാടെ ഇരുട്ടിലായി പോവുകയാണ്, മനസ്സൊക്കെ അടഞ്ഞു പോവുകയാണ്. അപ്പോൾ യേശുനാഥൻ ഇവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ മനസ്സ് തുറക്കുകയാണ്. ഇനി ഈ മനസ്സ് തുറക്കുമ്പോൾ അത് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ തക്ക വിധം അവരുടെ മനസ്സുകളെ അവർ തുറന്നു എന്നാണ്. അതായത് അവരുടെ ഹൃദയത്തെ വിശാലമാക്കി. ഈ വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ക്രിസ്തുനാഥൻ മരിക്കുന്നത് അവൻ്റെ അവസാനമല്ല, അവൻ നിത്യജീവനിലേക്ക് നമ്മയും കൂട്ടിക്കൊണ്ടു പോകാൻ ഉദ്ധിതനായവനാണ് എന്ന ഓർമ്മയാണ് അവർ നൽകുന്നത്. ഈ ഓർമ്മ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ആദ്യമേ നൽകിയിട്ടുണ്ട്. ക്രിസ്തു അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഘട്ടങ്ങളിൽ അവരോടൊപ്പം ആയിരുന്നപ്പോൾ പ്രവചനങ്ങളിലൂടെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഈ കാര്യങ്ങൾ. ഇതെല്ലാം ഇവർ മറന്നുപോയി. സങ്കടങ്ങളുടെ സമയത്ത്, അവരുടെ ജീവിതത്തിൽ ആകെപ്പാടെ അങ്കിലാപ്പിലായ സമയത്ത് ഇവരിതെല്ലാം മറന്നുപോയി. ഈ വചനങ്ങളെല്ലാം അവർ മറന്നുപോയി. ക്രിസ്തു പഠിപ്പിച്ചതും പറഞ്ഞതും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതും തൊട്ടതും മനസ്സിലാക്കിയതും ഒക്കെ മറന്നുപോയി. സങ്കടങ്ങളാണ് കാരണം. ഇപ്പോൾ അവൻ വന്നതൊക്കെ തുറന്നു കൊടുക്കുകയാണ്. അവരുടെ കണ്ണുനീരൊക്കെ തുടക്കുകയാണ്. അവർ ഭയന്ന് പേടിച്ചിരിക്കുകയാണ്. അവർക്ക് സമാധാനം നൽകുകയാണ്, ഹൃദയം വിശാലമാക്കുകയാണ്. അപ്പോൾ എന്താണ് വചനങ്ങൾ പറയുന്നത്? ക്രിസ്തു ജീവിക്കുന്നുണ്ട്, നിനക്ക് സാന്നിധ്യമായി അവനുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നത് നിങ്ങൾ സാക്ഷികളായി പോകണം. നിങ്ങളെപ്പോലെ ഇതുപോലെ മനസ്സുമെടുത്ത് കുറേയേറെ മനുഷ്യരുണ്ട്. അവരോടൊക്കെ പോയി പറയണം, ഈ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു മരിച്ചിട്ടില്ല, അവൻ ഉദ്ധിതനാണ്. ഈ രഹസ്യം നിങ്ങളെല്ലാവരോടും പോയി പരസ്യപ്പെടുത്തണം. നിങ്ങളതിന് സാക്ഷികളാണ്. അത് പറഞ്ഞവനെ അയക്കുകയാണ്. അപ്പോൾ മനസ്സടഞ്ഞുപോയ മനുഷ്യരെ ഹൃദയം തുറന്ന്, അവരുടെ മനസ്സുകളെ തുറന്ന്, അവരുടെ മനസ്സുകളിലേക്ക് ക്രിസ്തുവെന്ന പ്രത്യാശയെ നൽകിക്കൊണ്ട് യേശുനാഥൻ അവരെ അയക്കുന്നത് ഇതുപോലെ പ്രത്യാശപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കാനാണ്. നിങ്ങൾക്ക് ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. സങ്കടങ്ങളുടെ സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം അതാണ്. ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം നമ്മൾ മറന്നു പോകുന്നു. ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നു.
അപ്പോൾ ഈ സാന്നിധ്യ അവബോധം നമുക്ക് ഉണ്ടാവണം. ക്രിസ്തു ഉണ്ട് എൻ്റെ ഉള്ളിൽ, അത് എൻ്റെ ഹൃദയത്തെ വിശാലമാക്കിയാണ്. ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. അപ്പോൾ മത്സരത്തിനിടയിൽ കുറേയേറെ കുട്ടികൾ ഇങ്ങനെ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ വന്ന് ഈ കുട്ടിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മ മാറി കുട്ടി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ഈ കുട്ടിയെ. അങ്ങനെ മത്സരം ആരംഭിച്ചു. കുറേ കഴിഞ്ഞു, വിജയമായി. ഈ പ്രാർത്ഥിച്ച കുട്ടി തോറ്റു. ബാക്കിയുള്ളവർക്ക് 1, 2, 3 സ്ഥാനങ്ങളൊക്കെ കിട്ടി, 4-5 പേര് തോറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ കൗതുകമായി. കാര്യം ഈ മത്സരത്തിന് മുമ്പ് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടിയോട് പോയി 2-3 ചോദിച്ചു, നീ എന്താണ് പ്രാർത്ഥിച്ചത്? അപ്പോൾ കുട്ടി പറഞ്ഞ കാര്യം വളരെ രസകരമാണ്, പക്ഷേ വളരെ ആഴമുള്ളതുമാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മത്സരത്തിന് മുമ്പ് നീ പ്രാർത്ഥിക്കണം ദൈവത്തോട്, അഥവാ തോറ്റുപോയാലും കരയാതിരിക്കാനുള്ള ശക്തി തരണമെന്ന്. അവൻ പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. അപ്പോൾ അവന് ഈ കരയാതിരിക്കാനുള്ള ശക്തി കൊടുക്കാനായി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തോറ്റപ്പോഴും അവൻ്റെ കണ്ണ് കലങ്ങിയില്ല. അവൻ്റെ ദൈവം അവനെ ശക്തിപ്പെടുത്തി. കാരണം തോറ്റുപോയപ്പോഴും ദൈവത്തെ അവൻ മറന്നുപോയില്ല, ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം അവനുണ്ടായി. നമുക്ക് പക്ഷെ പറ്റുന്നത് കണ്ണുകൾ കലങ്ങുമ്പോൾ ദൈവത്തെ നമ്മൾ മറന്നുപോകും. നമ്മൾ പിന്നെ കരച്ചിലാണ്. അവന് ആ തോൽവിയുടെ ഇടയിലും അവന് ബോധ്യം ഉണ്ടായി ദൈവം കൂടെയുണ്ട്. അവനതുകൊണ്ട് കരയുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ശിഷ്യന്മാർക്ക് തെറ്റിയ പറ്റ്, കണ്ണുകൾ കലങ്ങിയപ്പോൾ അവർ ദൈവത്തെ മറന്നുപോയി, മനസ്സൊക്കെ മടുത്തുപോയി, അടഞ്ഞുപോയി. ഇപ്പോൾ ക്രിസ്തു തുറന്നിട്ട് വീണ്ടും പറയുക, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തു വന്ന് ഇവിടെ മുമ്പിലേക്ക് ഈ വചനം തുറന്നു കൊടുക്കുമ്പോൾ, അവരുടെ മനസ്സുകളെ തുറന്ന് വചനം നൽകുമ്പോൾ പ്രശ്നങ്ങളൊന്നും എടുത്ത് മാറ്റുന്നില്ല. ആ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ തന്നെയാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അവരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും അവരെ പ്രതിസന്ധിയിലാഴ്ത്തിയ കാര്യങ്ങളൊക്കെ ചുറ്റിനുമുണ്ട്, ആ ചരിത്രത്തിലുണ്ട്, നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവനെ അവർക്ക് അത് നേരിടാനുള്ള ശക്തി നൽകി എന്നുള്ളതാണ്. ഇപ്പം ഇവിടെയും ഈ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്, നേരിടാനുള്ള ശക്തി. അതുതന്നെയാണ് ക്രിസ്തു ഈ മനസ്സിൻ്റെ തുറവിക്ക് നൽകുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ശേഷിയും ബലവും നൽകുന്നതാണ് ഉദ്ധിതൻ. ഇതിന് നിങ്ങൾ സാക്ഷികളാണ്. ഇങ്ങനെ ബലമില്ലാതെ നിൽക്കുന്ന മനുഷ്യരോട് പോയി പറയണം, ബലപ്പെടുത്തുന്ന ഒരു ദൈവം കൂടെ ഉണ്ട്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനും തരണം ചെയ്യാനുള്ള ബലം നൽകുന്നു. ഉദ്ധിതൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണ്. ക്രിസ്തു ഉദ്ധാനം ചെയ്തതോടുകൂടി ശിഷ്യന്മാർക്കുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറിയെന്നല്ല, എന്നാൽ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ അവൻ അവർക്ക് ബലം നൽകി എന്നുള്ളതാണ്. അവൻ തന്നെ അവർക്ക് ബലമായി നിന്നു. ഞാൻ ജീവിതാവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള ബോധ്യം, ക്രിസ്തു എന്നോടൊപ്പം എന്നുള്ള ബോധ്യം. ഇതാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന ഒരു മറ്റൊരു സന്ദേശം. അവൻ്റെ കരം പിടിച്ച് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ചവിട്ടി നടക്കാനുള്ള ഹൃദയ വിശാലത നമുക്ക് അവൻ നൽകിയിട്ടുണ്ട്. ആ വിശാലത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയേണ്ടത് അതാണ്, എൻ്റെ മനസ്സ് തുറക്കണം, യേശുനാഥൻ്റെ സാന്നിധ്യം ഞാൻ അറിയണം. ഏത് പ്രതിസന്ധികൾക്കിടയിലായിരുന്നില്ല, രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കടങ്ങളോ എന്തോ ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാം തരണം ചെയ്യാനുള്ള ശേഷി എൻ്റെ ക്രിസ്തുവിനുണ്ട്, അവൻ എൻ്റെ ജീവിതത്തിലുണ്ട്. ഉദ്ധിതൻ്റെ ആ സാന്നിധ്യം ഇതിനൊക്കെ മറികടക്കാൻ എനിക്ക് ശക്തി തരും, എൻ്റെ മനസ്സിനെ തുറക്കാനുള്ള വിശാലത അവൻ തരും. ഈ ഒരു വിശ്വാസവും പ്രത്യാശയും നമുക്കുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.